ഹലോ. അപ്പം ഞാനും അങ്ങനെ പാൽക്കപ്പ ഉണ്ടാക്കി. അപ്പം കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണമെന്ന്. അങ്ങനെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കപ്പ അരിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് വെക്കുക. കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് സ്മാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുഴഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 2 പാൽ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റായിട്ട് തേങ്ങയുടെ 1 പാൽ കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാൽക്കപ്പ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇത് എന്തുമാത്രം ടേസ്റ്റി ആയിരിക്കുമെന്ന്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൈഡ് ഡിഷായിട്ട് മട്ടൺ ലിവർ ഫ്രൈ ആണ്. നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു. എല്ലാവരും അതുകൊണ്ട് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയിരുന്നല്ലോ, മട്ടൺ ലിവർ ഫ്രൈ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മട്ടൺ കഴുകി വൃത്തിയാക്കി അതിനകത്ത് കുറച്ച് നേരം വിനാഗിരിയിലും മഞ്ഞളിലും കൂടെ മുക്കി വെക്കുക. അതിൻ്റെ അകത്തുള്ള ചോരമയവും പിന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഒരു പാനിലേക്ക് നമ്മൾ കറുവപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുക. ശേഷം കുറേ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. ആവശ്യത്തിന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിവ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുരുമുളകിലാണ് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കഴുകി മാറ്റി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ്റെ ലിവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ അരപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വേവ് അധികമില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട് വെക്കുക. ശേഷം ലാസ്റ്റ് കുരുമുളക് പൊടി ഇടുക. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അധികം ഇതിന് വേവില്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൻ്റെ ലിവർ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പം ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഞാൻ ഇവിടെ പാൽക്കപ്പയാണ് എടുത്തിട്ടുള്ളത്. നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഓരോ വീഡിയോസിലും റീൽസിലും ഒക്കെ ഇങ്ങനെ പാൽക്കപ്പ കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കണമെന്ന്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നല്ല ടേസ്റ്റി ആയിരുന്നു. സാധാരണ കപ്പ ഉണ്ടാക്കി കഴിക്കാറുള്ളത് നമ്മൾ വേവിച്ചിട്ട് മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചൊക്കെ എടുത്തിട്ട് നമ്മൾ കറിയുടെ കൂടെ എന്തെങ്കിലും കഴിക്കുന്നതായിരിക്കും. പക്ഷേ ഞാൻ അതിനേക്കാളും ഇപ്പം ഇതേപോലെയാണ് ഇഷ്ടപ്പെടുന്നത്. എപ്പോഴും ഇനി ഇങ്ങനെ ചെയ്ത് കഴിച്ചാലോ എന്നാലോചിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നിങ്ങൾ കാത്തിരിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ടേക്ക് കെയർ. താങ്ക് യു. ടാറ്റ ബൈ ബൈ ഫ്രണ്ട്സ്.